അയ്യാ വണക്കം. അങ്ങനെ പാക് അധീന കശ്മീരിൽ ഒരു വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ക്ഷമ സമ്പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അവിടെയുള്ള ജനങ്ങളുടെ ക്ഷമ സമ്പൂർണ്ണമായിട്ട് എങ്ങനെയാണ് നശിക്കുന്നതെന്ന്. പല ആൾക്കാരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തെ ആൾക്കാർക്ക് അങ്ങ് സ്വകാവ, അങ്ങനെയാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ഏകദേശം പല പ്രവിശ്യകളായിട്ടാണ് തിരിഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ പലർക്കും അറിയാമായിരിക്കും. ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അവർ സ്വാതന്ത്ര്യം ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ 40% ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു മേഖലയാണ്, അവർ പണ്ടേ സ്വാതന്ത്ര്യം ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് അവിടെയുള്ള പട്ടാളക്കാരുടെ അണ്ണാക്കിലും ആസനത്തിലോട്ട് ഗുണ്ട് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം 10-20 എണ്ണം മരിക്കുന്നുണ്ട്. പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പിന്നെ പാക് അധീന കശ്മീർ, ഈ പാക് അധീന കശ്മീർ ഭരിക്കുന്നത് പാകിസ്ഥാൻ പോലുമല്ല. പാകിസ്ഥാൻ സർക്കാരിൻ്റെ അധീനതയിലാണെന്ന് പറയുകയാണെങ്കിലും അവിടെ അവർക്ക് പ്രത്യേക നിയമമുണ്ട്, പ്രത്യേക ഭരണഘടനയുണ്ട്, ഒരു പ്രധാനമന്ത്രി പോലും അവർക്കവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പാക് അധീന കശ്മീരിലാണ് ഇപ്പോൾ ഒരു വമ്പൻ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പാക് അധീന കശ്മീർ സ്വാഭാവികമായിട്ടും, അതായത് റുക്കോ ജറാർ സബർ കരോ, ഒന്ന് അടങ്ങടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജ്നാഥ് സിംഗ് ഈ കാര്യം പറഞ്ഞത്. പാക് അധീന കശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പല ആൾക്കാരും ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്തെങ്കിലും ഒരു മൂവ് നടത്തിക്കഴിഞ്ഞാൽ ഉടനെ പറയും പാക് അധീന കശ്മീർ പിടിക്കാനാണ് ആ മൂവ് നടത്തുന്നത്. ആ മൂവ് കണ്ടില്ലേ, ഈ മൂവ് കണ്ടില്ലേ, അവിടെ നിന്ന് പട്ടാളം ഇങ്ങോട്ട് പോയത് കണ്ടില്ലേ, ഇവിടെ നിന്ന് പട്ടാളം അങ്ങോട്ട് പോയത് കണ്ടില്ലേ എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള കിംവദന്തികൾ ഇവിടെ പരത്തുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പാക് അധീന കശ്മീർ പിടിക്കാനായിട്ട് ഇവിടെയുള്ള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതായത് നരേന്ദ്രമോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള വസ്തുത. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കേട്ടോ, ഇതാണ് വസ്തുത. പാക് അധീന കശ്മീർ പിടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മുടെ ജീവനും സ്വത്തും എല്ലാം പണയം വെച്ച് നമ്മുടെ സൈന്യത്തിനെ അങ്ങോട്ടേക്ക് അയച്ച് ഈ പാക് അധീന കശ്മീരിൽ ഇങ്ങോട്ടേക്ക് പിടിച്ച് ചേർക്കുന്നത്? അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. യഥാർത്ഥത്തിൽ ഈ 55 ലക്ഷത്തോളം ജനങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 55 ലക്ഷം ജനങ്ങളുള്ള ഈ പാക് അധീന കശ്മീരിനെ പിടിച്ച് ഇന്ത്യയിലോട് ചേർക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ആറ്റം ബോംബ് എടുത്ത് ഇന്ത്യയുടെ മൂട്ടി തിരികുന്നത് പോലെയാണ് എന്നാണ് പല വിവരമുള്ള ആൾക്കാരും പറയുന്നത്. കാരണം ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് ഭീകരവാദികളുടെ ഒരു താവളമാണ്. ഈ ഭീകരവാദികൾ അവിടെ സമ്പൂർണ്ണമായിട്ടും കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭീകരവാദികളുള്ള ഈ സ്ഥലമാണ് ഇന്ത്യ എടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? അവിടെയുള്ള 55 ലക്ഷം ആൾക്കാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണം. അത് ഒഴിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കേസാണോ? അങ്ങനെ നടക്കില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ പാക് അധീന കശ്മീരിൻ്റെ പല ഭാഗങ്ങളായിട്ട് ചുരണ്ടി ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പാക് അധീന കശ്മീർ പറയുമ്പോൾ നമ്മുടെ നവയുഗ ശില്പിയായിട്ടുള്ള നെഹ്റു അണ്ണനെ നമുക്ക് മറക്കാനായിട്ട് പറ്റൂല. ഒരു കാര്യമില്ലായിരുന്നു. ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യക്ക് നൈസായിട്ട് ആ പാക് അധീന കശ്മീരിൻ്റെ ആ അതിർത്തിയിൽ ചെന്നിട്ട് കുറച്ച് കുമ്മായപ്പൊടി എടുത്ത് ഇങ്ങനെ ഒന്ന് വീശിയിട്ട്, അല്ലെങ്കിൽ ഒരു മുള്ളുവേലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടിയിട്ട്, ഇത് നമ്മളെ പ്രദേശമാണ്, ഇതിനകത്തോട്ട് നീയൊക്കെ വന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പെട്ടി അടിച്ച് പൊട്ടിയും എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ നെഹ്റു എന്ത് ചെയ്തത്? നവയുഗ ശില്പിയാണല്ലോ. ഈ നവയുഗ ശില്പി ആയതുകൊണ്ട് തന്നെ നെഹ്റു അണ്ണൻ എന്ത് ചെയ്തു? ഒന്നാളായി കളയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് നേരെ UN കൊണ്ടുവച്ച്. ഈ UN കൊണ്ടുവച്ചപ്പോൾ ഇപ്പോഴും അതവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് UN. എന്തിനാണോ എന്തോ അതവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. UN ജനറൽ സെക്രട്ടറി തലയ്ക്ക് മാട്ട വെച്ച് ഉറങ്ങാനാണ് എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. RSSും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും പല ആൾക്കാരും പല അഭിപ്രായങ്ങളിലും പറഞ്ഞത് സംഭവം UN കൊണ്ടുവയ്ക്കൂ എന്നാണ്. എന്തിനു പിടുങ്ങാനാണ് ഇത് UN കൊണ്ടുവയ്ക്കുന്നത് എന്ന് ആ സമയത്ത് RSS ചോദിച്ചു. അവിടെ കൊണ്ടുവച്ച കശ്മീർ, അതായത് പാക് അധീന കശ്മീരിൻ്റെ കേസ് അവിടെ കിടക്കുന്നത് നീ ഒന്നും കാണുന്നില്ലേടേ എന്ന് അന്ന് RSS ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കണ്ട, നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. അടിയെങ്കിൽ ഇടി, നമ്മളോടൊന്നും ഒരുത്തനും ചോദിക്കാൻ വരില്ല. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഗ്ലോബൽ പവറാണ്. ഈ ഗ്ലോബൽ പവറായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനോട് ചോദിക്കാനുള്ള ധൈര്യവുമാർക്കില്ല. അമേരിക്കയെ ഇവിടെ മുട്ടുപറച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഉള്ള സാഹചര്യമാണ്. അതായത് നിങ്ങളുടെ ഒരു വോട്ടുണ്ടല്ലോ, 2014 നിങ്ങളുടെ ഒരു വോട്ട്, ആ വോട്ട് കാരണം മാറിയത് നമ്മുടെ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളുമാണ്. 2014 മുമ്പ് പാകിസ്ഥാനെ പോലും നമുക്ക് പേടിയായിരുന്നു. 2014 ശേഷം അമേരിക്കയെ പോലും നമ്മുടെ ജോക്കായിട്ടാണ് കാണുന്നത്. ഒരു തമാശയാണ് അമേരിക്ക പോലും നമുക്ക്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ്
പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഈ പാകിസ്ഥാൻ. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, അടിച്ച് കീറിയോ എന്നാണ് RSS പോലും പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അവിടെയൊന്നും കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നെഹ്റു ഉണ്ടെന്ന ആ സമയത്ത് UN ഈ സാധനം കൊണ്ടുവച്ചു. ഈ സാധനം UN കൊണ്ടുവച്ച ശേഷം അത് അവിടെ ഇരിക്കുകയാണ്. പിന്നെ നെഹ്റു ഉണ്ടൻ ചെയ്ത വേറെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നവയുഗ ശില്പിയാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, വെറും തരിശ് ഭൂമിയാണ്, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നും വളരില്ല, അവിടെ വെറും മലയാണ്, മൊട്ട കുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈനയ്ക്ക് എടുത്തും കൊടുത്തു. ചൈനയ്ക്ക് ഇത്രയും വലിയ പ്രദേശം, അതായത് ഇന്ത്യയുടെ തലയുടെ ഭൂരിഭാഗവും ചെത്തിയെടുത്ത് ചൈനയ്ക്ക് കൊടുത്തു. കൊണ്ട് പോടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹ്റു അതെടുത്ത് ചൈനയ്ക്ക് കൊടുത്തത്. അണ്ണ ഉണ്ട് എന്ന് പറഞ്ഞ ആ കാര്യം ചൈനയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് UN ആ സമയത്ത്, ഇതും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, ഇന്ത്യക്ക് ആണ് ഈ വീറ്റോ ചെയ്യാനുള്ള പവർ, സ്ഥിരാംഗത്വം 5 രാജ്യങ്ങളുണ്ടല്ലോ കിട്ടിയത്. ഈ വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ വലിയ പവറാണ്. UN ആരൊക്കെ എന്തൊക്കെ തീരുമാനം എടുത്താലും ഈ 5 രാജ്യങ്ങളിൽ ഒരു രാജ്യം അത് അംഗീകരിച്ചില്ലെങ്കിൽ, അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്, അംഗീകരിച്ചില്ലെങ്കിൽ ആ സമ്പൂർണ്ണമായിട്ടും ആ തീരുമാനം റദ്ദാക്കപ്പെടും. ആ പവർ എടുത്ത് ചൈനയ്ക്ക് കൊടുത്തത്. ഇരിക്കട്ടെ, കൊണ്ട് ഫോണ, മൈ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നെഹ്റു അണ്ണനുള്ള കാലഘട്ടം ഞാൻ അറിയാതെ സ്മരിച്ചു പോവാണ് സുഹൃത്തുക്കളെ, സ്മരിച്ചു പോവാണ്. അതായിരുന്നു നമ്മുടെ നവയുഗ ശില്പി എന്ന് പറയുന്നത്. അണ്ണൻ്റെ കൊച്ചു കൊച്ചു കുസൃതികളായിരുന്നു അനുഭവിക്കുന്നത് നമ്മളും. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദിരാഗാന്ധി വന്നപ്പോഴാണ് ഈ കിഴക്കൻ പാകിസ്ഥാൻ ഒരു കാര്യമില്ലായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പട്ടാളക്കാരെ അയക്കുന്നത്. അങ്ങോട്ടേക്ക് പട്ടാളക്കാരെ അയച്ചിട്ട് പാകിസ്ഥാൻ്റെ ഏകദേശം 90,000 പട്ടാളക്കാരെ അടക്കം നമ്മൾ പിടിച്ചെടുത്തു. നമ്മുടെ സൈനികർ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് കറാച്ചി വരെയോ ലാഹോർ വരെയൊക്കെ ചെന്ന് കയറി അത്രയും പ്രദേശം നമ്മൾ കീഴ്പ്പെടുത്തി. അത്രയും പ്രദേശം കീഴ്പ്പെടുത്തിയപ്പോൾ ഈ ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്തത്? ഇന്ദിരാഗാന്ധി ആ 90,000 പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തു. എടുത്തോടാ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, നെഹ്റുവിൻ്റെ മകളാണല്ലോ, അങ്ങനെ വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഷിംല കരാർ എന്ന് പറഞ്ഞൊരു കരാറും വെച്ചു. എന്നിട്ട് പറഞ്ഞു അവരത്രയും സ്ഥലമൊക്കെ പിടിച്ചെടുക്കുന്ന മോശമല്ലേ, അവരെന്ത് വിചാരിക്കും ഇനി, അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകുന്നേരെ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഇങ്ങനെ അതിഭീകരമായിട്ട് ഈ ചരിത്രത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, നല്ല സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ പാക് അധീന കശ്മീർ ഇങ്ങ് തന്നേരെ, അങ്ങനെ അതിങ്ങ് തന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ സ്ഥലവും ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക് അധീന കശ്മീർ പുഷ്പം പോലെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോൾ അതൊന്നും അന്ന് നടന്നില്ല. ഇന്ന് കുറേ കോൺഗ്രസ്സുകാർ ഇവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, വാഴ വയ്ക്കട്ടെ, വാഴ കൊലയ്ക്കട്ടെ, കൊല വെട്ടട്ടെ, ഇനി എന്തോന്നെടുത്തിട്ട് വെട്ടുമെന്നാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാക് അധീന കശ്മീർ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായി. അതേ പാക് അധീന കശ്മീരിലാണ് ഇപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടുത്തെ ജനങ്ങളുടെ ക്ഷമ നശിച്ചു, മുട്ടി. നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തോട് ചെയ്തിരുന്ന അട്രോസിറ്റീസിൽ ചിലത്, അതിൽ ചെറിയ കുസൃതികൾ, അതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ കൂടിയ കുസൃതികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസിപ്പിക്കാതെ അങ്ങിട്ടിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഗോത്ര വിഭാഗങ്ങളാണ്, അതങ്ങോട്ട് വികസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ട്രെയിനില്ല, അവർക്ക് ഫ്ലൈറ്റില്ല, അവർ അപരിഷ്കൃതരാണ് എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇട്ടിരുന്നു. ഈ സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തി നമ്മുടെ രാജ്യത്തിട്ടിരിക്കുമ്പോഴേ ഇവിടെയുള്ള ആൾക്കാർ, ബുദ്ധിയുള്ളവർക്ക് സംശയം തോന്നി, എന്തിനാണ് അവിടെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നത്? ഒരു ചിക്കൻ നെക്ക് മുറിച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ വേറെ രാജ്യമാകും. ഇവാഞ്ചലിസ്റ്റുകൾ അത് ശ്രമിക്കുന്നുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് ശേഷമാണ് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. അതും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് അത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകേണ്ടി വന്നതെന്ന് എന്നൊക്കെ ഷെയ്ഖ് ഹസീന പറയുന്നു. എന്നിട്ട് അവിടെ സമ്പൂർണ്ണമായിട്ട് ഈ വടക്ക് കിഴക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് അവരെ അവഗണിച്ചിട്ടു. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ നിയമം, ഇന്ത്യൻ ഫ്ലാഗ് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇന്ത്യൻ പട്ടാളക്കാർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യൻ പട്ടാളക്കാരെ അവിടെ ഇട്ട് പെടാപ്പാടുപെടുത്തുന്നു. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായില്ല. നമ്മുടെ പട്ടാള സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നമ്മുടെ ലാൽ ജോസിൻ്റെ, പൊട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമയിൽ, ആ പട്ടാള സിനിമയിൽ ഇന്ദ്രജിത്ത് മരിച്ചു വീഴുന്നൊരു സീനുണ്ട്. ഇന്ദ്രജിത്തിനെ വെടിവെച്ച് കൊന്നിട്ടാണ് മമ്മൂട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് കേരളത്തിലേക്ക് വരുന്നത്. അതൊക്കെ നടക്കുന്നത് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അവിടെ പട്ടാളം കയറിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ട് പട്ടാളത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം പെട്ടെന്ന് മുറിക്കാനും എളുപ്പമാണ്. പിന്നെ അവിടുത്തെ ജനങ്ങൾ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നോക്കുമ്പോൾ സർക്കാരൊന്നും ചെയ്യുന്നില്ല, ഒരു റോഡ് ഇടുന്നില്ല, വീട് നല്ലതില്ല, ഒരു ട്രെയിനില്ല. സത്യമായിട്ടും ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ സാധനം അവർ കണ്ടിട്ട് പോലുമില്ല. ഈ മിസോറാമിലൊക്കെ ആദ്യത്തെ ട്രെയിൻ വരുന്നത് മെനങ്ങാന്ന 4-ാണ്. നരേന്ദ്രമോദി പോയിട്ടാണ് അവിടെ 8,500 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഒരു ട്രെയിനും കൊടുത്തത്. ഒരു ആനയൊക്കെ നടന്നു വരുന്നത് പോലെയാണ് അവിടെയുള്ള ആൾക്കാർ ട്രെയിനിനെയൊക്കെ കാണുന്നത്. ഈ വികസനമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ
ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നില്ല. അത് ഏത് ജനങ്ങൾക്കും തോന്നും, ഞങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് എന്ന് തോന്നും. അങ്ങനെയുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുശേഷം അവരതിനകത്തൊരു പ്രക്ഷോഭം ഉണ്ടാക്കും, എല്ലാവരും കൂടെ കയറി പ്രക്ഷോഭം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും പട്ടാളത്തിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഇവാഞ്ചലിസ്റ്റിക് ലോബിക്ക് അവിടെ മുറിച്ചുകൊണ്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഗോത്ര വിഭാഗങ്ങളായിരുന്നവരെ സമ്പൂർണ്ണമായി ക്രിസ്തീയവൽക്കരിക്കുകയും ചെയ്തു കൊടുത്തു. ഇത്രയൊക്കെ ഉപകാരങ്ങൾ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ട് തൃപ്തിപ്പെടണം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് കഥ പോകുന്ന വഴി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഗോത്ര വിഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ പേരിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ. ഈ ഗോത്ര സംസ്കാരങ്ങൾക്കൊരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോഴാണ് 2014 ദൈവദൂതനെ പോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നത്. അത് ഇവിടെയുള്ള സുഡാപ്പികൾക്കും ഈ ലോബിക്കും ആ ലോബിക്കും എല്ലാം വലിയ തിരിച്ചടിയായി. പിന്നെ ആടിച്ചൊതുക്കി, എല്ലാണത്തിനെ ആടിച്ചൊതുക്കി ചാക്കി കെട്ടി മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ക്ലീനാക്കി. അപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് വലിയ രീതിയിലുള്ള വേദന ഇങ്ങനെ ഗദ്ഗതം ഒഴുകുകയാണ്. അയ്യോ എൻ്റെ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ അത് ഒഴുകുകയാണ്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ കാലം മുതലേ തുടങ്ങിയ സംഭവങ്ങളാണ്. മോദി വന്ന ശേഷമാണ് അവിടെ ഇത്രയെങ്കിലും കുറഞ്ഞത്. ഇപ്പം സമ്പൂർണ്ണമായിട്ട് അടിച്ചൊതുക്കി. പണ്ടൊക്കെ മണിപ്പൂരിൽ പട്ടാളം ചെന്ന് നിന്നാൽ ഈ സ്ത്രീകളുണ്ടല്ലോ, ഉടുതുണിയില്ലാതെ പട്ടാളത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. പട്ടാളത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയും വെടിവെക്കടാന്ന് പറയും, എന്നെ വെടിവെക്കടാന്ന് പറയും. അത്രയ്ക്ക് അരാജകത്വമായിരുന്നു അവിടെ. ഈ പട്ടാളം ഓടുന്ന ടാങ്കുകളുടെ മുന്നിൽ സ്ത്രീകൾ തുണിയില്ലാതെ വന്ന് നിൽക്കുക, അതിൻ്റെ മുമ്പിൽ കിടക്കുക. അതായത് ഇവരുടെ ദേഹത്തോട്ട് കയറ്റിക്കൊണ്ട് പോകണം, ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി വന്നപ്പോഴും ഇതുപോലെ വന്ന് നിന്നു. മോദി പറഞ്ഞു കയറ്റിക്കുമെന്ന് പറഞ്ഞു. ഒരു പാടുമില്ല, നീയൊക്കെ കയറ്റടേ എന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റാനായിട്ട് ടാങ്ക് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ കിടന്ന ആൾക്കാരെല്ലാം എണീച്ച് ഓടടാ ഓട്ടം. അതായത് കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും വിളവാര വിട്ട് കയറ്റാമെന്ന് വിചാരിച്ചാൽ ഈ ദേഹത്തൂടെ ടാങ്ക് കയറ്റാമെന്ന് വിചാരിച്ചാൽ ഇവന്മാർ നിൽക്കണമില്ല. ചുമ്മാ തുണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പ് മാത്രമേ ഉള്ളൂ, നിൽക്കലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള അവിടെയുള്ള സകല തീവ്രവാദികൾ, ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ ആ ജനസിൽപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാണത്തിനെ അടിച്ചൊതുക്കി അവിടെയുള്ള ഓപ്പിയം കൃഷിയും കഞ്ചാവ് കൃഷിയും ആയുധക്കടത്തും മറ്റേ പാറ്റൺ ടാങ്കൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ആ സാധനം ഈ സാധനം എല്ലാം പിടിച്ചെടുത്ത് അതിനെ ക്ലീൻ ആക്കിയിട്ട് 2047 ആകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങളായി ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മാറ്റും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്, സകല ആൾക്കാരുടെ ആപ്പീസ് പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഈ പാക് അധീന കശ്മീരിൽ അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ വികസനമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവരുടെ ക്ഷമ സമ്പൂർണ്ണമായിട്ട് നശിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. കശ്മീരി അഭയാർത്ഥികൾക്കായിട്ട്, അതായത് കശ്മീരിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് അവിടെ 12 സീറ്റാണ് അവിടെ സംവരണം ചെയ്തിരുന്നത്, നിയമസഭാ സീറ്റ്. അപ്പം ഇവിടെ കിടക്കുന്ന ഞങ്ങൾക്കൊരു വിലയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ രംഗത്തിറങ്ങുന്നത്. അത് റദ്ദാക്കണം എന്നുള്ളത് അവരുടെ ആദ്യത്തെ ആവശ്യം. സബ്സിഡി ഞങ്ങൾക്ക് എന്തെങ്കിലും മുണുങ്ങാൻ തരണം, അത് നടത്തണം, അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അവർ പറയുന്നു. വിലക്കയറ്റം, അതിന് പരിഹാരം കാണണം. 38 ആവശ്യങ്ങളാണ് അവർ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ 38 ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. പോരാത്തതിന് കശ്മീരിൻ്റെ രാഷ്ട്രീയത്തിൽ, ഈ പാക് അധീന കശ്മീരിൻ്റെ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ സർക്കാർ അനാവശ്യമായിട്ട് കൈകടത്തുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന് അങ്ങോട്ടേക്ക് കയറാനുള്ള റൈറ്റ് അവർ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ കൈകടത്തുന്നു എന്ന് പറഞ്ഞ് അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടങ്ങി. ഇനി ക്ഷമ നശിച്ചു എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ത് ചെയ്ത് അങ്ങോട്ടേക്ക് പാക് സൈന്യത്തിനെ അയച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഇന്ത്യ ആയുധമാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു ചാരസംഘടനയുണ്ട്. ഈ ചാരസംഘടന അവിടെ എന്ത് ചെയ്തു, അവർ പല അതിനകത്തുള്ള, അതായത് പാക് അധീന കശ്മീരിനകത്ത് അവർക്ക് പല പാർട്ടികളെയും പിന്തുണയുണ്ട്. ഈ പാർട്ടികളെ ഇവർ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ് ഈ മുസ്ലിം കോൺഫറൻസ് പാർട്ടി എന്ന് പറയുന്നത്. ഈ മുസ്ലിം കോൺഫറൻസ് പാർട്ടി ഈ പാക് അധീന കശ്മീരിനകത്ത് തന്നെയുള്ളൊരു പാർട്ടിയാണ്. അതിനകത്തുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ മുസ്ലിം കോൺഫറൻസിനെ കൊണ്ട് അവിടെ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർക്ക് നേരെ വെടിവെപ്പിക്കുകയാണ് ഈ ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടന. അങ്ങനെ വെടിയുതിർത്തതും അവിടെ 2 പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് POK കലാപത്തിലേക്ക് പോവുകയാണ്. അതിനിടയിൽ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. ആ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിയും കൊണ്ട് തുണിയും കീറിയ അവിടെയുള്ള ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുള്ള അടക്കമുള്ള ടീമുകൾ ഞങ്ങളിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെയ്ഷെ മുഹമ്മദ് ടീം എന്ത് ചെയ്തു, ഖൈബർ പഖ്തൂൺഖയിലേക്ക് പോവുകയാണ്. കാരണം ഈ പാക് അധീന കശ്മീരിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പാക് അധീന കശ്മീരിൻ്റെ മുക്കും മൂലയും ഇന്ത്യക്ക് അറിയാം. കാരണം അണ്ണാക്കിലൊക്കെയാണ് അമിട്ട് വന്ന് വീഴുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മർക്കസൊക്കെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പോയി എന്ത് ചെയ്യാം, അവിടെ പോയി പണിയാം. എരിയിൽ നിന്ന് വറ ചട്ടിയിലേക്കാണ് പോകുന്നതെന്ന് ആ പാവം അറിയുന്നില്ലല്ലോ എന്നാണ് ഇന്ത്യ ആ സമയം മനസ്സിൽ വിചാരിച്ച് കാണുക. കാരണം ഈ ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്നത്
തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ്റെ പ്രോക്സിയുടെ ഒരു വിഹാര കേന്ദ്രമാണ്, ഒരു സിംഹത്തിൻ്റെ മടയാണ്. അവിടോട്ടാണ് ഇവന്മാരെല്ലാം കൂടെ ചെന്ന് കയറുന്നത്. ഈ തെഹ്രീക്കെ താലിബാനും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ വൻ അടിയാണ്. ഈ തെഹ്രീക്കെ താലിബാനെ തൊട്ടു, അവരുടെ തലയിൽ ബോംബിട്ടു എന്ന് പറഞ്ഞാണ് താലിബാൻ ഇപ്പോൾ കലി പൂണ്ട് നിൽക്കുന്നത്. ആരെങ്കിലും കൈ കിട്ടാനായിട്ട് അവർ കാത്തിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കലാഭവമണി ഫ്രണ്ട്സിലെ സിനിമയിൽ വരുന്നത് പോലെ ചേച്ചിയേ എന്ന് വിളിച്ചുകൊണ്ട് ഇവന്മാർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തൊയ്ബയും ഈ ഹിസ്ബുള്ളയുടെയും ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും പിറകിൽ കൂടെ പലായനം ചെയ്ത് പോകുന്ന കാഴ്ചയാണ്. അതായത് ഈ പാക് അധീന കശ്മീരിൽ നിന്ന് ഈ ഭീകരവാദികൾ അങ്ങോട്ടേക്ക് കെട്ടി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി ഇവിടെ നിന്ന് ആ പണിയാണ് ഇന്ത്യ അണ്ണാക്കി ബോംബിടും എന്നിവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് നീങ്ങി അഫ്ഗാൻ അതിർത്തിക്കടുത്ത്, വളരെ നല്ല കാര്യം, സന്തോഷം മാത്രമേ ഉള്ളൂ, അഫ്ഗാൻ അതിർത്തിക്കടുത്ത് മർക്കസ് ജിഹാദി അക്സ എന്ന് പറഞ്ഞൊരു കേന്ദ്രം ഇവർ നിർമ്മിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ കേന്ദ്രമൊക്കെ നിർമ്മിച്ച് അന്തസ്സായിട്ട് അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താം, ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു അവകാശം അത് ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന് ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടായിരിക്കും മിക്കവാറും ഇവന്മാർ പോകുന്നത്. അങ്ങനെ അവിടെ പോയി അന്തസ്സായിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്താനാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനൊരു തലവനുണ്ട്. ആ തലവൻ്റെ പേരെന്ന് പറയുന്നത് നാസർ ജാവേദ് എന്നാണ്. അവനെയാണ് മകൻ ഈ സകല കാര്യങ്ങളും ഞങ്ങൾക്ക് നോക്കി നടത്തിത്തരണം എന്ന് പറഞ്ഞ് ഇവന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. 2006 ഹൈദരാബാദ് സ്ഫോടനം, അതിലെ മുഖ്യ സൂത്രധാരൻ, 2004 മുതൽ 2015 വരെ POKയിൽ LETയുടെ ദുലൈ പരിശീലന ക്യാമ്പ് എക്സ്പീരിയൻസോടുകൂടി കൈകാര്യം ചെയ്ത 15 വർഷത്തെ ഭീകര പാരമ്പര്യമുള്ള ഒരു വേട്ടാവളിയനാണ് ഈ നാസർ ജാവേദ് എന്ന് പറയുന്നത്. അവൻ നിലവിൽ LETയുടെ ഫണ്ട് റൈസിംഗ് വിഭാഗമായിട്ടുള്ള ഖിദ്മത്ത് ഇ ഖൽസ അതുമായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. ഇവന്മാർക്ക് ബ്രാഞ്ചൊക്കെ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവൻ പ്രവർത്തിക്കുന്നത് ഖിദ്മത്ത് ഇ ഖൽസയിൽ. നേരത്തെ എക്സ്പീരിയൻസോ ഗംഭീര എക്സ്പീരിയൻസ് അല്ലേ. ആ സമയത്ത് മറ്റേ സ്ഥലത്ത് ട്രഷററായിരുന്നു. അതിനു മുമ്പ് ഈ ഭീകര സംഘടനയിൽ ഖജാൻജിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ ഈ പ്രവർത്തനം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് നാസർ ജാവേദിന് ഈ പ്രവർത്തനം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാര്യം അവിടെയുള്ള ഒന്നെങ്കിൽ തെഹ്രീക്ക് താലിബാൻ നോക്കിക്കോളും, അല്ലെങ്കിൽ താലിബാൻ നോക്കിക്കോളും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഭീകരവാദികളെല്ലാം കൂടോടെ പലായനം ചെയ്ത് പോവുകയാണ്. പാക് അധീന കശ്മീരിൽ വലിയ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, പാക് അധീന കശ്മീർ ഇങ്ങ് വരും, സമാധാനപ്പെടുക, അണ്ണ ഇല്ലേ കൂടെ എന്നാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞതും. അപ്പോൾ ശരി.